കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതി ശ്രീകുട്ടിക്ക് ജാമ്യം കിട്ടി. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ശ്രീകുട്ടിക്കെതിരെ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരുന്നത്. നിലവിൽ അട്ടക്കുളങ്ങര ജയിലിലാണ് ശ്രീകുട്ടി. കാർ ഇടിച്ച് അടിയിൽപ്പെട്ട സ്ത്രീയുടെ മുകളിലൂടെ കാർ കയറ്റാൻ വാഹനമോടിച്ച അജ്മലിനോട് പറഞ്ഞത് ശ്രീകുട്ടിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. എം ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. വൈദ്യപഠനത്തിനായി വിട്ടുകൊടുത്തതിനെതിരെ മകൾ ആശ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം. പ്രിൻസിപ്പൽ അല്ലാതെ മറ്റൊരു ഉന്നതാധികാരി വിഷയം പരിഗണിക്കണോ എന്നതിൽ വാദം കേൾക്കും. ആശ ലോറൻസിന്റെ ഹർജിയിൽ സർക്കാർ വ്യാഴാഴ്ച നിലപാട് അറിയിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം മൃഗശാലയിലെ കൂട്ടിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകൾ മൃഗശാല വളപ്പിനുള്ളിൽ തന്നെ. തുറന്ന കൂടിന്റെ കിടങ്ങ് ചാടിക്കടന്ന 3 കുരങ്ങുകൾ മൃഗശാല വളപ്പിനുള്ളിലെ മരത്തിൽ കയറുകയായിരുന്നു. ഉടൻ തന്നെ ഇവയെ പിടികൂടാനാകുമെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ബോളിവുഡ് താരം മിഥുൻ ചക്രവർത്തിക്ക്. ഒക്ടോബർ 8 നടക്കുന്ന 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മിഥുൻ ചക്രവർത്തിക്ക് അവാർഡ് സമ്മാനിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനയ്ക്കാണ് മിഥുൻ ചക്രവർത്തിക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് സമ്മാനിക്കുന്നത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. ഈ വർഷം പത്മഭൂഷൺ ബഹുമതി നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരുന്നു. 1977 അഭിനയ രംഗത്തെത്തിയ മിഥുൻ ചക്രവർത്തി ആദ്യ സിനിമയിൽ നിന്ന് തന്നെ ദേശീയ പുരസ്കാരം നേടി. മൃണാൾ സെന്നിന്റെ മൃഗയ എന്ന ചിത്രത്തിലൂടെയാണ് രാജ്യത്തെ മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയത്. നദി തേക്കെ സാഗരെ എന്ന ചിത്രത്തിലൂടെ 1978 ബംഗാളി സിനിമയിൽ തുടക്കം കുറിച്ചു. പിന്നീട് ഹിന്ദി സിനിമയിൽ മിഥുൻ ചക്രവർത്തിയുടെ ഹിറ്റ് തേരോട്ടമായിരുന്നു. 1982 ഡിസ്കോ ഡാൻസർ എന്ന ചിത്രത്തിലൂടെ ബോക്സ് ഓഫീസ് തലത്തിൽ അന്നുവരെ ഒരു ഇന്ത്യൻ ചിത്രത്തിനും നേടാൻ സാധിക്കാത്ത റെക്കോർഡ് തുകയ്ക്ക് ബിസിനസ്സായി. 1993 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വീണ്ടും സ്വന്തമാക്കിയപ്പോൾ 1996 സ്വാമി വിവേകാനന്ദ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി.